Hi students, welcome to Rijwan PSK Tele Classes. I am Srinimol, your physics teacher. Today we are going to discuss a new chapter, gravitation. Already നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഫോഴ്സ് പഠിച്ചു, ഫോഴ്സിൻ്റെ ലോസ് പഠിച്ചു, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഇതെല്ലാം പഠിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ ഫോഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചിരുന്നു. ദ ഫോർ ബേസിക് ഫോഴ്സ് ഏതൊക്കെയാണ് ബേസിക് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അല്ല ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചൊക്കെ അല്ലേ. അകത്ത് എല്ലാ സാധനങ്ങളെയും അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഏത് സാധനം മുകളിലോട്ട് ഇട്ടാലും അതെന്ത് ചെയ്യുന്നത്? താഴത്തോട്ട് വീഴുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളൊരു കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ അതും മുകളിലോട്ട് പോവാത്ത? അത് താഴത്തോട്ട് വരുന്നതിന് കാരണം എന്താണ്? ഗ്രാവിറ്റിയാണ് അല്ലേ. അപ്പോൾ എർത്ത് അട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റി കാരണം ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ജിയുടെ വാല്യൂ എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് പഠിക്കാനുള്ള ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ തമാശയിൽ പറയാറുണ്ട്, കേരളത്തിലാണെങ്കിൽ തേങ്ങയോ ചക്കയൊക്കെ വീഴുക, അതോടുകൂടി പിന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെയല്ല. അപ്പോൾ ആപ്പിൾ തലയിൽ വീഴുന്നതിന് മുന്നേയും എല്ലാ സാധനങ്ങളും താഴത്തോട്ട് തന്നെ വീഴുന്ന, അതിൻ്റെ മുന്നേയും അവിടെ ഗ്രാവിറ്റേഷണൽ ലോ ഉണ്ടായിരുന്നു അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ലോ ആയിട്ട് എഴുതിയതും കണ്ടുപിടിച്ചതെല്ലാം അതിന് ശേഷമാണ് എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ അത് കണ്ടുപിടിക്കാനുള്ള കാരണം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം എല്ലാ സാധനങ്ങളും അട്രാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനും ഇയാളും നിങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്തായിരിക്കും, പക്ഷെ എല്ലാവരും തമ്മിലും ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യോ? ഞാനും ഈ പേനയും തമ്മിലും അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ പേന എൻ്റെ അടുത്തോട്ട് തനിയെ വരുമോ? വരത്തില്ല. പക്ഷേ അവിടെയൊന്നും ഈ ഫോഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ പ്ലാനറ്റ്സ് എല്ലാം സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വന്നു. അതിനുശേഷമാണ് ആദ്യം കെപ്ലേഴ്സ് ലോ ഒക്കെ വന്നു. കെപ്ലേഴ്സ് ആണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതെല്ലാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ ആരുടെ ലോയാ? ന്യൂട്ടൻ്റെ അല്ലേ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. According to universal law of gravitation, എന്താ പറയുന്നത്? Any two bodies in the universe can attract with each other with a force. This force is directly proportional to the product of their masses. There are two objects with the masses m1, m2, and they are separated by a distance r. The force of attraction between two bodies in anywhere in the universe, their force is directly proportional to the product of their masses m1, m2, and which is inversely proportional to square of the distance between them. Distance കൂടുമ്പോൾ ഫോഴ്സ് കുറയും, ആൻഡ് പിന്നെയോ മാസ് കൂടുമ്പോൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. എന്താ യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ പറയുന്നത്? It states that every body in the universe attracts every other body with the force which is directly proportional to product of their masses and inversely proportional to the square of the distance between them. And force ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to a constant into m1, m2 divided by r square. ഓക്കെ, പക്ഷേ നമുക്ക് ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടിയുള്ളൂ. എന്തുകൂടി വേണം? ഡയറക്ഷൻ കൂടി വേണം. ആൻഡ് വിച്ച് ആക്ട്സ് അലോങ് ദ ലൈൻ ജോയിനിങ്. ഇതിൽ കൂടെ ആക്ട് ചെയ്യില്ല, ഇത് കൂടെ അട്രാക്ട് ചെയ്യില്ല. ഏത് കൂടെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ? സെയിം ലൈനിൽ കൂടെ മാത്രം. ഇത് ഇങ്ങോട്ട് ഈ ലൈനിലൂടെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അതല്ലാണ്ട് ഇതിലൂടെ അട്രാക്ട് ചെയ്യില്ല, ഇതിൽ കൂടെ അട്രാക്ട് ചെയ്യില്ല. എന്തിലൂടെ? ത്രൂ ദ സ്ട്രെയിറ്റ് ലൈൻ കണക്റ്റിംഗ് ദീസ് ടു ഒബ്ജക്റ്റ്, ആ ലൈനിൽ കൂടെ മാത്രമേ അവ ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ് ബിറ്റ്വീൻ ദ ടു പാർട്ടിക്കിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രാവിറ്റേഷണൽ ലോ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയത്? There are two objects
then F proportional to product of their masses and inversely proportional to square of the distance between them, then the force is equal to a constant into m1 m2 divided by r square along the direction means along r cap. അതേ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സെയിം ഡയറക്ഷനിൽ അല്ലേ. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് എടുത്തു, അവർ ഡിസ്റ്റൻസ് ആറാണ്, m1 m2. ഈ ആറിലൂടെ മാത്രമേ അവ ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ആർ ക്യാപ്പിനെ ഡയറക്ഷൻ വെക്ടറിനെ ഒരു യൂണിറ്റ് വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? കോൺസ്റ്റൻറ്റ് ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എഴുതിയിട്ടില്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? k ഇൻറ്റു m1 m2 വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ, എത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എലോങ് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സ് ആ ലൈൻ ജോയിനിങ്ങിലൂടെ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. വെക്ടർ ഫോമിൽ എഴുതാണെങ്കിൽ ഒരു രീതിയിലും കൂടി എഴുതാം, വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ചെയ്താലും മതി. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചത് ന്യൂട്ടൺ അല്ല, ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തു ദ വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു ജി. It's a gravitational constant, universal gravitational constant, and its value is 6.6 into 10 raised to minus 11. 6.6 into 10 raised to minus 11. വളരെ ചെറുതാണ് അല്ലേ? 10 raised to minus 11. യൂണിറ്റ് എന്തായിരിക്കും മക്കളെ? കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ജിയുടെ വാല്യൂ കിട്ടി, അപ്പോൾ എന്തായി? ഫോഴ്സ് ആയി അല്ലേ? അപ്പോൾ ഫോഴ്സ് കിട്ടി. അക്കോർഡിംഗ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ജി എന്ന് കൊടുത്തോളൂ കേട്ടോ. എഫ് ജി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എലോങ് ആർ ക്യാപ്, where value of g is equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square. അപ്പോൾ എന്താണ് ജിയുടെ ഡയമെൻഷനാലിറ്റി വരിക? ജിയുടെ ഡയമെൻഷനാലിറ്റി ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡയമെൻഷനൊക്കെ പഠിച്ചില്ലേ? ജിയുടെ ഡയമെൻഷനാലിറ്റി എന്തായിരിക്കും വരിക? ഡയമെൻഷനാലിറ്റി ഓഫ് ജി എത്ര കിട്ടും? തിരിച്ചെഴുതാം, എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2 അല്ലേ? ഡയമെൻഷനാലിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഫോഴ്സിൻ്റെ ഡയമെൻഷനാലിറ്റി എന്താ? mlt raised to minus 2, length l square divided by m square. m കട്ട് ചെയ്ത് പോയി, ബാക്കി എത്ര കിട്ടും? ഡയമെൻഷനാലിറ്റി ഓഫ് ജി ഇസ് ഈക്വൽ ടു m raised to minus 1 l cube t raised to minus 2. m raised to minus 1 l cube t raised to minus 2. ഓക്കെ അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ ലോ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ദ ഫോഴ്സ് of attraction between two objects, any two body in the universe is directly proportional to the product of their masses and inversely proportional to square of the distance between them, and the force acting along the line joining between the two bodies, the line joining between the two bodies, and the gravitational constant G is equal to 6.67 into 10 raised to minus 11. പക്ഷേ ഈ ഇക്വേഷൻ നമ്മൾ പ്രത്യേകതയുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം എങ്കിൽ അത് പോയിന്റ് ഒബ്ജക്റ്റിനും സ്ഫെറിക്കൽ സിമെട്രിക്കും മാത്രമാണ്. അതൊന്ന് നോട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ നമുക്ക് എല്ലായിടത്തും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ പോയിന്റ് ഒബ്ജക്റ്റ്. എന്താ പോയിന്റ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് സെപ്പറേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ 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 ചെറുതായിരിക്കണം അല്ലേ? അതായത് ഡിസ്റ്റൻസ് വളരെ കൂടുതലും സൈസ് വളരെ ചെറുതുമായിരിക്കണം, അല്ലെങ്കിൽ അത് സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് സ്ഫെറിക്കൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും? സ്ഫെറിക്കൽ സിമെട്രി എടുത്തിട്ടായാലും
ഈക്വേഷൻ അപ്ലൈ ചെയ്യാം. അതല്ലാണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഈക്വേഷൻ അപ്ലിക്കബിൾ അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദെൻ ദ ഫസ്റ്റ് ഒബേ ചെയ്യും, ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യും. അപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദെൻ ദ gravitational force between any two bodies form an action-reaction pair. Action-reaction pair. Okay. Then നമ്മൾ നോക്കാം, രണ്ട് ബോഡി എടുത്തു. ഇത് നമ്മൾ എക്സ് വൈ പ്ലെയിൻ വരച്ചു. എക്സ് പ്ലെയിൻ, വൈ ആൻഡ് ഇസെഡ്. എന്നിട്ട് നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് എടുത്തു. ഹിയർ M1 ആൻഡ് ഇവിടെ M2. രണ്ടെണ്ണത്തിൻ്റെയും പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് R1 ആൻഡ് ഇറ്റ് ഈസ് R2. വെക്ടർ R1, വെക്ടർ R2. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇവ തമ്മിലുള്ള സെപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? R2 ആണ്. R2 മൈനസ് R1, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പം നമുക്ക് എന്ത് കിട്ടും? R2 മൈനസ് R1, R21, വെക്ടർ R21 അങ്ങോട്ട്. സിമിലർലി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള R1 മൈനസ് R2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടും? R12, വെക്ടർ R12 ഇങ്ങോട്ട്. R21 അങ്ങോട്ട്, R12 ഇങ്ങോട്ട്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഫോഴ്സ് ഒന്നാമത്തെ F21 it is equal to F21 എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? രണ്ടാമത്തേതിൽ, അതായത് രണ്ടാമത്തെ മാസം ഉണ്ട് അവിടെ M2 കാരണം M1 ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. M2 അവിടെ ഉള്ളത് കാരണം M1 ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, വിച്ച് അട്രാക്ട് ടുവേഴ്സ് M1. എങ്ങോട്ട് മൂവ് ചെയ്യും എന്നാണ് പറഞ്ഞത്? അട്രാക്ട് ചെയ്യും അല്ലേ? സെക്കൻഡ് ഒബ്ജക്റ്റ് കാരണം ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ദ ഫോഴ്സ് ഈസ് ലൈക്ക് ദിസ്, F21. അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ M1 M2ൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും അല്ലേ? ഇത് M2, ഇത് M1. സെക്കൻഡ് ഒബ്ജക്റ്റ് കാരണം ഫസ്റ്റ് ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, വിച്ച് അട്രാക്ട് ടുവേഴ്സ് M2. ദെൻ F21. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു G ഇൻറ്റു M1 M2 divided by R21 ക്ലിയർ അല്ലേ? സിമിലർലി F12 ഒന്നാമത്തെ മാസ് കാരണം രണ്ടാമത്തെ ബോഡിയിലും ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ? ഒന്നാമത്തെ ബോഡി കാരണം രണ്ടാമത്തേൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? എങ്ങോട്ടായിരിക്കും? M2 M1ൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു F12. ഓക്കെ അല്ലേ? F12 ശരിക്കും മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കൂടുതലാണെങ്കിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ കേട്ടോ. ദെൻ F12 is equal to G into M1 M2 product of their masses and square of the distance R12 the whole square into R12 ഓക്കെ അല്ലേ? രണ്ട് ഫോഴ്സ് കിട്ടി. നമുക്കറിയാം R12ഉം R21ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, and which is in the opposite direction. R12 magnitude of R12 equal to magnitude of R21, but which is in opposite direction. R12 cap എന്ന് പറയുന്നതായിരിക്കും മൈനസ് ഓഫ് R21 cap. ജസ്റ്റ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് രണ്ടെണ്ണത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് വിച്ച് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? G into M1 M2 divided by R21 the whole square into minus of R21 cap. Minus of R21 cap. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? They are same. Magnitude wise same ആണ്, but in the opposite direction. F12 vector F12 is equal to minus of vector F21. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ബോഡിയിൽ
രണ്ടാമത്തെ ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും രണ്ടാമത്തെ ബോഡിയിൽ ഒന്നാമത്തെ ബോഡി ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അത് മൂവ് ചെയ്യുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല മൂവ് ചെയ്യുന്നത്. ദേ ആർ മൂവ് ടുവേർഡ്സ്. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ആയിരിക്കും. ദെൻ ദിസ് ഫോഴ്സ് ഈസ് attractive in nature. അവ എന്താണ് നേച്ചർ എന്നാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണത് എന്തായിരിക്കും? ആക്ഷൻ റിയാക്ഷൻ പെയർസ് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ, the gravitational force between any pair of bodies is always attractive in nature. എത്ര മാസമുള്ള ബോഡി ആയാലും, എത്ര മാസം കുറവുള്ള ബോഡി ആയാലും, എത്ര മാസം കൂടുതലുള്ള ബോഡി ആയാലും, ദേ ആർ ഓൾവേസ് അട്രാക്റ്റീവ്. എപ്പോഴും എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ ഈ പേനയും തമ്മിൽ എന്തുണ്ടായിരിക്കും? അട്രാക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യില്ല. അത് വളരെ വളരെ ചെറിയ ഫോഴ്സ് ആണ്. ഓക്കെ, മാസ് വളരെ കുറവാണ്. അത് കാരണമാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. ദെൻ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് between a pair of body is independent of the presence or absence of any other body in their neighborhood. നമുക്കറിയാം, ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്, അപ്പം ഞാനും ഈ പേനയും തമ്മിലൊരു അട്രാക്ഷൻ. പക്ഷേ ഇവിടെ ഒരുപാട് വേറെ പാർട്ടിക്കിൾസ് ഇല്ലേ? അപ്പം ഈ രണ്ട് ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമത്തെ ഒരു ബോഡി അവിടെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബോഡി ഉണ്ട്, എം. ഇവിടെ വേറൊരു ബോഡി ഉണ്ട് 1. അപ്പോൾ M1ഉം M1 തമ്മിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ ഒരു M2 ഉണ്ട്, ഇവ തമ്മിലും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? പക്ഷേ എമ്മും M1ഉം തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് G into M into M1 divided by R², which is independent of present or absent of other particle. അപ്പം ഞാനും ഈ പേനയും തമ്മിലുള്ള അട്രാക്ഷൻ ഇവിടെ കിടക്കുന്ന മേശ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ നോക്കിയിട്ടല്ല. അത് പ്രസൻ്റ് ആണെങ്കിലും ആബ്സെൻ്റ് ആണെങ്കിലും ഇവർ തമ്മിലുള്ള ഫോഴ്സ് റിമൈൻ സെയിം. എപ്പോഴും അത് സെയിം തന്നെയായിരിക്കും. എങ്ങനെയാണെങ്കിൽ സെപ്പറേഷനും മാസും സെയിം ആണെങ്കിൽ. ഓക്കെ അല്ലേ? ദെൻ G into M1 M2 divided by R². The gravitational force is independent of present or absence of neighborhood particle. ഓക്കെ അല്ലേ? ദെൻ അതിൻ്റെ ബേസിലാണ് നമ്മളൊരു ലോ പഠിക്കുന്നുണ്ട്. എന്താണത്? സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ നമുക്കറിയാം, ഒരു സമയത്ത് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പഠിച്ചിരിക്കുന്നത്? നെറ്റ് കണ്ടുപിടിക്കണം അല്ലേ? നെറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങളൊരു ലോ പഠിച്ചിട്ടില്ലേ? എന്താ അത്? പാരലോഗ്രാം ലോ. വെക്ടർ അഡീഷൻ എന്ത് ലോ പഠിച്ചിട്ടുള്ളത്? പാരലോഗ്രാം ലോ. നമുക്കത് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ബോഡിയിൽ ഒരു ബോഡി ഉണ്ട് നമുക്ക്, അതിൽ ഒരുപാട് ബോഡീസ് തമ്മിൽ നമുക്കുണ്ടാവുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ബോഡീസും ഉണ്ടാക്കുന്ന ഫോഴ്സിൻ്റെ വെക്ടർ സം എടുത്താൽ മതി. ഓക്കെ അല്ലേ? ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m due to the distribution of particle of masses m1, m2, m3 up to mn around it is a vector sum of gravitational force exerted on m by each of the other particles m1, m2 up to mn, the force between each pair being independent of the other particle. Okay, just നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു ബോഡി എടുത്തു, ഇതാണ് നമ്മുടെ മാസ് m. അതിന് ചുറ്റും ഒരു ബോഡി അല്ല, ഒരുപാട് ബോഡീസ് ഉണ്ട്. ഹിയർ m1, m2, m3, m4, ഇങ്ങനെ ഒരുപാട് ബോഡീസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ടുള്ള വെക്ടറിനെ r1, ഹിയർ r2, വെക്ടർ r2, വെക്ടർ r3, വെക്ടർ r4. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ബോഡി തമ്മിലും എമ്മും M4ഉം തമ്മിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും, എമ്മും M1ഉം തമ്മിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും, എമ്മും M3യും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും, എമ്മും M4ഉം തമ്മിലൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഇവ തമ്മിലെല്ലാം ഓരോ ഫോഴ്സ് ഉണ്ടായിരിക്കും.
m1 here is the m3 r3 അല്ല എടുത്ത് m3 here it is the r4 ഇത് m4. ഓക്കെ, അപ്പോൾ ഓരോ ബോഡി തമ്മിലും ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവ തമ്മിൽ എമ്മും m1ഉം തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? F1 എന്ന് എടുത്തു. F1 is equal to എന്തായിരിക്കും? Gm(m1) divided by r1 square along r1 cap. എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്യും, ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ദെൻ F2 എന്തായിരിക്കും? ദെൻ F2 is equal to Gm into m2 divided by r2 square along r2 cap. അങ്ങനെ ഓരോന്നും തമ്മിലും ഓരോ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരച്ച് നോക്കാം. ഫോഴ്സ് എങ്ങോട്ടായിരിക്കും നോക്കിയേ? എമ്മും m1ഉം തമ്മിൽ F1 ഇങ്ങോട്ട്, F2 F3 ആൻഡ് F4. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് ഇസ് ദ വെക്റ്റർ സം ഓഫ് ഓൾ ദീസ് ഇൻഡിവിജ്വൽ ഫോഴ്സ്. ഓരോ ഫോഴ്സിൻ്റെയും വെക്റ്റർ സമ്മ ചെയ്താൽ മതി. ദെൻ F net is equal to വെക്റ്റർ F1 പ്ലസ് വെക്റ്റർ F2 പ്ലസ് അപ് ടു വെക്റ്റർ Fn. n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ വെക്റ്റർ Fn. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ കോൺസ്റ്റൻ്റ് ആണ്? G കോൺസ്റ്റൻ്റ് ആണ്, നടുവിലിരിക്കുന്ന എമ്മും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ എന്തൊക്കെ വരും? Gm ഇൻറ്റു m1 ഡിവൈഡഡ് ബൈ r1 സ്ക്വയർ പ്ലസ് m2 ഡിവൈഡഡ് ബൈ r2 സ്ക്വയർ. അങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്? ദീസ് ആർ വെക്റ്റർ സം. അപ്പോൾ വെക്റ്റർ സം ആണ്. അപ്പോൾ Gm പുറത്തെടുക്കാം. എന്തൊക്കെ വേണം? എന്തൊക്കെയാണ്? m1 ഡിവൈഡഡ് ബൈ r1 സ്ക്വയർ along r1 cap plus m2 divided by r2 square along r2 cap up to mn divided by rn square into rn cap. അപ്പോൾ അത്രയും സാധനത്തിൻ്റെ വെക്റ്റർ സം എടുക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്? The gravitational force on any body due to many body. ഒരു ബോഡി കാരണമല്ല, ഒരുപാട് ബോഡീസ് കാരണം ഉണ്ടാവുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ വെക്റ്റർ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഫോഴ്സസ്. The gravitational force on a particular body due to many other body is the vector sum of all individual bodies is known as superposition principle. Vector sum ആണ്, algebraic sum അല്ല. അപ്പോൾ രണ്ടെണ്ണം തമ്മിൽ, ഈ രണ്ട് തമ്മിൽ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവ തമ്മിൽ രണ്ട് വെക്ടേഴ്സ് എടുക്കണം. അവിടെ പാരലോഗ്രാം ലോ കൊടുക്കണം. ഇതാണ് F1 പ്ലസ് F2. വീണ്ടും അടുത്ത രണ്ട് ഫോഴ്സ് എടുക്കണം, പാരലോഗ്രാം ലോ കണ്ടുപിടിക്കണം. അങ്ങനെ നെറ്റ് വെക്ടർ സം എടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നെറ്റ് വെക്ടർ സം ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് ഫോഴ്സ്. അതിന് നമ്മൾ എന്താ പറയുക? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. എന്താണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ? സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ടാ? രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഫോഴ്സ് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റ് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ദ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് is independent of the presence of the absence of the another body in the neighborhood. Okay അല്ലേ? Then next അടുത്ത പ്രോപ്പർട്ടി വീണ്ടും. Next property, the gravitational force between any pair of body is independent of the medium separating the bodies. Hence the protecting a body or shielding a body from the gravitational force is impossible. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നെ ഡിപ്പെൻഡ് ചെയ്യില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് മീഡിയത്തിലായാലും, ഇപ്പം ഞാനും സണ്ണും തമ്മിലായാലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര ഡിസ്റ്റൻസിലായാലും ഏത് മീഡിയത്തിലായാലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ഇപ്പം ഞാനും വെള്ളത്തിൽ കിടക്കുന്ന മീനും തമ്മിലും എന്തുണ്ടായിരിക്കും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതൊരിക്കലും പറ്റില്ല. ഷീൽഡിങ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ എന്തെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ
പറ്റില്ല. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം, എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സെൻട്രൽ ഫോഴ്സ് ആണ്. എന്താ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ഫോഴ്സ് മീൻസ് വിച്ച് ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ്. ഇത് രണ്ട് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവ തമ്മിലുള്ള ലൈൻ ജോയിനിങ്ങിനെ ഡിപ്പെൻഡ്, ആ ലൈനിലൂടെ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് തമ്മിൽ, സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും, സെൻട്രൽ ഫോഴ്സ്. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നമ്മൾ പറഞ്ഞു 4 ബേസിക് ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ്, gravitational force is negligibly small in case of light bodies but became quite significant in the case of massive bodies like planets, satellites and stars. നമ്മൾ പറഞ്ഞു സാറ്റലൈറ്റ്സിനൊക്കെ മാസ് കൂടുതലാണ്, സണ്ണിന് സ്റ്റാർസിനൊക്കെ മാസ് കൂടുതലാണ്. അപ്പം മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൺസിഡറബിൾ ആണ്. പക്ഷെ നമ്മളെ പോലെയൊക്കെ മാസ് കുറവാണെങ്കിൽ എന്തായിരിക്കും? കൺസിഡറബിൾ അല്ല, ഇറ്റ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, എന്താണ് ഒരു ബോഡിക്ക്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഏതെങ്കിലും ഒരു ബോഡി സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു ബോഡിക്ക് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലേ? അപ്പോൾ എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുക? നമുക്കറിയാം, ഒരു ത്രെഡിൽ ഒരു കല്ല് കെട്ടിയിട്ട് നമ്മൾ വട്ടത്തിൽ കിടക്കുകയാണെങ്കിൽ ആ കല്ല് റൗണ്ട് പോകണമെങ്കിൽ അതിനാവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് കൊടുക്കും? ആ ത്രെഡ് അല്ലേ? ത്രെഡിൽ അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ സർക്കസിലൊക്കെ മരണക്കിണറിൽ, ഡെത്ത് വെല്ലിൽ നമ്മൾ ബൈക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് കൊടുക്കും? ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഒരു ടേൺ ചെയ്യണം, ഒരു സൈക്ലോണ്ട് സർക്കുലർ പാത്തിൽ കൂടെ ഇങ്ങനെ പോകാം, അതിനാവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് കൊടുക്കും? ഒന്നിലെന്ന് നമ്മളൊരു ആംഗിളാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ആംഗിളുമായിട്ട് ഉണ്ടാക്കുന്നത് കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതല്ല എങ്കിൽ നോർമലായിട്ടാണ് നമ്മൾ സർക്കിളിൽ പോകുന്നതെങ്കിൽ അതിൽ ഫ്രിക്ഷനാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കേസിലും നമുക്കൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ സണ്ണിന് ചുറ്റും ഈ പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. വേണ്ടേ? അതല്ലായിരുന്നെങ്കിലോ അത് പോയിട്ട് അവസാനം പോയിട്ട് സണ്ണിൻ്റെ ഉള്ളിൽ പോയി കൊളൈഡ് ചെയ്തേനെ. അത് ചെയ്യാതിരിക്കണമെങ്കിൽ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്റ്സിൻ്റെ സണ്ണിൻ്റെയൊക്കെ മാസ് വളരെ വലുതാണ് അല്ലേ? അപ്പോൾ സണ്ണിനും സ്റ്റാർ, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് അവിടെയെല്ലാം നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസിഡറബിൾ ആണ്. ഓക്കെ, എന്നാൽ ഞാനും ഈ പേനയും തമ്മിൽ അട്രാക്ഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ? അത് എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടോ? ഞാൻ പേനയുടെ അടുത്തോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം മാസ് കുറവാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗ്ലിജിബിളി സ്മോൾ ആണ്, നമുക്കത് ഫീൽ ചെയ്യില്ല. ഓക്കെ അല്ലേ? മാസ് കൂടുമ്പോഴോ, മാസ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസിഡറബിൾ ആണ്. അപ്പോൾ നമുക്കൊരു തോന്നും, ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ പോയിന്റ് മാസ് ആയിരിക്കണം. എർത്തും സണ്ണൊക്കെ പോയിന്റ് മാസാണോ? എർത്തിനെയും സണ്ണിനെയും നമുക്ക് പോയിന്റ് മാസ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ സിമെട്രി വെച്ചിട്ട് കണ്ടുപിടിക്കാം. കാരണം എർത്തിൻ്റെ സൈസ്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന, എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ വെരി വെരി സ്മോൾ ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ സ്ഫെറിക്കൽ സിമെട്രി വെച്ചിട്ടായാലും നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്താണ്? നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. നമ്മൾ പറഞ്ഞു എത്ര അകലെയാണെങ്കിലും അവ തമ്മിൽ, യൂണിവേഴ്സിൽ എവിടെ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുണ്ടെങ്കിലും അവ തമ്മിലും എന്തുണ്ടായിരിക്കും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു ഫുൾ പാത്ത്
കവർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ 0 ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും വർക്ക് പവർ എനർജിയിൽ അല്ലേ? അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എന്ത് തന്നെയാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². 1/r² പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ഷൻ റിയാക്ഷൻ പെയർസ് ഉണ്ടാക്കും. ഇറ്റ്സ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എ വീക്കസ്റ്റ് ഫോഴ്സ്, ഇസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഇസ് എ പിന്നെന്തായിരുന്നു? കൺസർവേറ്റീവ് ആണ്. ദെൻ which is independent of the presence or absence of the neighboring particle, which is due to that there is a superposition principle apply ചെയ്യാൻ പറ്റും. then എന്തായിരുന്നു? മാസ് ചെറുതാണെങ്കിൽ നെഗ്ലിജിബിൾ ആണ്, മാസ് കൂടുതലാണെങ്കിൽ it is considerable. It's a central force inverse square law obey ചെയ്യും. ഓക്കെ അല്ലേ? then next one, നമുക്ക് ഇപ്പോൾ പഠിച്ച ഗ്രാവിറ്റേഷനും വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ലോന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. F is equal to എന്താ നമ്മൾ പഠിച്ചത്? F is equal to G into m1 m2 divided by r². അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് സൈസിനെയോ ഷേപ്പിനോ, ഞാൻ വിട്ടുപോയതാണ് പറയാൻ, സൈസിനെയോ ഷേപ്പിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ്സ് വാല്യൂ ഈസ് ഓൾവേസ് 6.67 into 10⁻⁻11. ക്ലിയർ അല്ലേ? then the first question. Okay, two particles of masses 1 kilogram and 2 kilogram are placed at a separation of 50 centimeter. 1 kilogram and 2 kilogram. 1 kilogram, 2 kilogram separated by a distance 50 centimeter. Separated by a distance 50 centimeter. Assume that the only force acting on the particles are their mutual gravitation. Find the initial acceleration of heavier particle. 2 kilogram in acceleration. രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്, 1 കിലോഗ്രാം 2 കിലോഗ്രാം. ഇവ തമ്മിൽ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ആകെ എന്ത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ അട്രാക്ഷൻ കാരണം ഇവ മൂവ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഹെവിയർ മാസ് 2 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? ഓക്കെ അല്ലേ? ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? F is equal to ma. Then acceleration is equal to F divided by m. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to G into m1 m2 divided by r². G എത്രയാ? 6.67 into 10⁻⁻11. മാസ് m1 1 m2 2 divided by 50 centimeter ആണ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അതോടും 50 into 10⁻² the whole square. ചെയ്ത് നോക്കിയേ എത്ര കിട്ടുന്ന? 6.67 into 2 into 10⁻11 divided by 0.25. 0.5 the whole square 0.25. വാല്യൂ എത്ര കിട്ടും? വാല്യൂ is equal to then force F is equal to 5.34. ഫോഴ്സ് കിട്ടി 5.34 ന്യൂട്ടൺ. നമുക്ക് എന്തിൻ്റെ കിട്ടേണ്ടത്? ഹെവിയർ. ഇപ്പോൾ ഫോഴ്സ് എത്രയായിരിക്കും? ഇതിലുണ്ടാവുന്ന ഫോഴ്സും സെയിം തന്നെ ആയിരിക്കും, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാത്രം മതി. ഹെവിയർ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ ഹെവിയർ ബോഡിയുടെ ആക്സിലറേഷൻ 5.34 divided by 2. Then 5.34 divided by 2 എത്ര കിട്ടും? 2.67 meter per second square. ക്ലിയർ അല്ലേ? ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. then F is equal to ma. then the acceleration is equal to force divided by mass. ക്ലിയർ ആണല്ലോ? then we can find the next question.
Next one. Okay. Two stationary particles of masses m1, m2 are at a distance of small r apart. A third particle lying on the line joining the particle experience no resultant gravitational force. What is the distance of this particle from m1? എന്താ വേണ്ടത്? രണ്ട് പാർട്ടിക്കിൾ ഉണ്ട് ഓൾറെഡി, m1 ഉം m2. Here m1 is m2. m1 ഉം m2 ഉം തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? Separated by a distance r. A third particle of mass, ഒരു മൂന്നാമത്തെ പാർട്ടിക്കിൾ ഞാൻ എവിടെയോ കൊണ്ടുവന്ന് വെച്ചു m, which is at a distance, ഞാൻ എടുത്തിരിക്കുന്ന x ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? r മൈനസ് എക്സ് ആയിരിക്കും അല്ലേ? രണ്ട് പാർട്ടിക്കിളിൻ്റെ ഇടയിൽ വേറെ മൂന്നാമത്തെ പാർട്ടിക്കിൾ വെച്ചു. മൂന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് m1 എന്നുള്ള ഡിസ്റ്റൻസ് x ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. m2 എന്നുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എത്രയായിരിക്കും? r മൈനസ് എക്സ്. സപ്പോസ് it will experience no force, ഫോഴ്സ് 0 ആണ് എന്നാണല്ലോ. അപ്പോൾ m1 കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും f1, m2 കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും f2. എന്തായിരിക്കും കണ്ടീഷൻ? നോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0, ദെൻ f1 ഈക്വൽ ടു എന്തായിരിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് f1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് f2 ആയിരിക്കണം അല്ലേ? f1ൻ്റെയും f2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിലല്ലേ നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. ഓക്കെ, f1 എത്രയാണോ നോക്കിയേ? g m1 ഇൻറ്റു m ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, m1 ഇൻറ്റു m ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു g m ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ r മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? g കട്ട് ചെയ്ത് പോയി, അവർ എമ്മും കട്ട് ചെയ്ത് പോയി. ദെൻ നമുക്ക് രണ്ട് സൈഡും ഞാൻ റൂട്ട് എടുത്തു കേട്ടോ. അപ്പോൾ എന്താ കിട്ടും? റൂട്ട് m1 ഡിവൈഡഡ് ബൈ എക്സ്, എക്സ് അല്ലേ കിട്ടുന്നത്, രണ്ട് സൈഡും ഞാൻ റൂട്ട് എടുത്തു. റൂട്ട് m1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു റൂട്ട് m2 ഡിവൈഡഡ് ബൈ r മൈനസ് എക്സ്. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താ കിട്ടും? r മൈനസ് എക്സ് റൂട്ട് m1 ഈക്വൽ ടു root m2 into x, then r into root m1 minus x into root m1 equal to root m2 into x. Then x ന്റെ ടേം ഒക്കെ ഒന്നിച്ചെടുക്കാം. then x into അങ്ങോട്ട് പോയി, അതോടും root m1 plus root m2 equal to r into root m1. Here x is equal to root m1 into r divided by root m1 plus root m2. അപ്പോൾ ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ കിട്ടിയത്? നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എവിടെയാണ്? x is equal to root m1 divided by root m1 plus root m2 into. ഓക്കെ, അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ചാലാണ് നമുക്ക് നെറ്റ് ഫോഴ്സ് 0. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയുമ്പോൾ അതിന് എന്താ നമ്മൾ പറയുക? നെറ്റ് ഫോഴ്സ് 0 എന്താ പറയുക? ഇക്വിലിബ്രിയം. എന്താ പറയുക? ഇക്വിലിബ്രിയം. അപ്പോൾ സ്മോൾ എം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ രണ്ട് മാസ് വെച്ചു, m1 m2, അവ തമ്മിലുള്ള സെപ്പറേഷൻ 6 ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ സ്മോൾ എം വെച്ചാലാ അത് ഇക്വിലിബ്രിയത്തിലാവുക? ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇക്വിലിബ്രിയത്തിലാണുള്ള ഫോഴ്സ് ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? x is equal to root m1 divided by root m1 plus root m2 into r. Clear അല്ലേ? Then the next question. Two particles of equal masses m each move in a circle of radius small r under the action of their mutual gravitational attraction. Find the speed of each particle. എന്താ വേണ്ടത്? രണ്ട് പാർട്ടിക്കിൾ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂ ടു ദെയർ മ്യൂച്വൽ അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അത് എന്ത് ചെയ്യുന്നു എന്നാണ് വേണ്ടത്? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ട്. അത് സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റേഡിയസ് ആർ, മാസ് എത്രയാണ്? എം. രണ്ട് ബോഡി, ഒന്നിവിടെയും ഒന്നിവിടെയും, ഇതിങ്ങനെ മ്യൂച്വൽ അട്രാക്ഷൻ കാരണം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ. അങ്ങനെയാണ് എങ്കിൽ ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ, വെലോസിറ്റി എത്രയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി, സ്പീഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒരു ബോഡിക്ക് സർക്കുലർ പാത്തിൽ പോകണമെങ്കിൽ
എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. Here the centripetal force Fc mv square divided by r. ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എടുത്തു mv square by r which is provided by gravitational force. ഇപ്പോൾ ഈ ബോഡി നടത്തു. ഈ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ബോഡിക്ക് സർക്കുലർ പാത്തിൽ പോകണമെങ്കിൽ അതിനാവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? ഇവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. Then gravitational force എന്തായിരിക്കും? Fg is equal to mv square by r is equal to g into എന്തായിടും? m into m1 m m2 m divided by ഡിസ്റ്റൻസ് എത്രയാ? r അല്ല 2r ആണ് കേട്ടോ. ഡയമീറ്റർ ആണ് 2r the whole square. Here plus ടോട്ടൽ ഡിസ്റ്റൻസ് സെപ്പറേഷൻ എത്രയാണ്? ഡയമീറ്റർ ആണ്. ടോട്ടൽ സെപ്പറേഷൻ എത്രയാണ്? 2r ആണ്. ഓക്കെ അല്ലേ? ദെൻ 2r the whole square. എമ്മും ഒരെമ്മും കട്ട് ചെയ്ത് പോയി. വി ഒരാറും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തായിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ 4r. ദെൻ വി ഇസ് ഈക്വൽ ടു 1/4 വി റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ 4. റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ 4. വേണമെങ്കിൽ നമുക്ക് അതിന് എന്തെടുക്കാം? 1/4 2 ആണ്. 1/2 into root of gm divided by. ക്ലിയർ അല്ലേ? രണ്ട് ബോഡി സെയിം മാസ് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും തമ്മിലുള്ള സെപ്പറേഷൻ എന്തായിരിക്കും? r plus r 2r. ക്ലിയർ അല്ലേ? അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? റൂട്ട് ഓഫ് 1/2 into root of gm divided by r. ഓക്കെ, താങ്ക് യു.